അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറളില്ലാഹി യാ ഇബാദല്ലാഹി ഇത്തഖുല്ലാഹ്. വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യതഅവ്വിദു മിൻ ജഹദിൽ ബലാ റവാഹു അൽ ബുഖാരി വമുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിമ. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് എന്നെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ തന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സഹീഹിലെ 6347 ഹദീസ് നമ്പറായിരുന്നു. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹ് മുസ്ലിമിലെ 2777 ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദുആയാണ്. ആ ദുആ എന്തിനു വേണ്ടിയുള്ളതാണ് എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. പരീക്ഷണം എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. മനുഷ്യ ജീവിതത്തിൽ കടന്നു വരാൻ സ്വാഭാവികമായും ഇടയുള്ളതും സർവ്വസാധാരണമായിട്ടുള്ളതും അനിവാര്യമായിട്ടുള്ളതുമാണ്. പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ സൂറത്തിലെ 155-ാമത്തെ ആയത്ത് നമ്മളിൽ ബഹുഭൂരിഭാഗം ആളുകൾക്കും കാണാതെയും ഓർമ്മയുണ്ട്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസമറാത്ത്. 5 കാര്യങ്ങൾ. വബശ്ശിരിസ് സ്വാബിരീൻ. ആ 5 കാര്യങ്ങളിൽ പരീക്ഷണം ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുന്നവരോട് സന്തോഷവാർത്ത അറിയിക്കാൻ. അപ്പൊ സ്വാഭാവികമായിട്ടും മനുഷ്യന് തോന്നും അള്ളാഹു നെഗറ്റീവ് കൊണ്ട് മാത്രമാണ് പരീക്ഷിക്കുക. പരീക്ഷണം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ് എന്നൊക്കെ തോന്നാറുണ്ടല്ലോ. അത് മുച്ചൂടും മാറ്റിമറിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 21-ാമത്തെ സൂറത്ത് അംബിയയിലെ 35-ാമത്തെ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ആത്മാവും മരണത്തിന്റെ രുചി അറിയുക തന്നെ ചെയ്യും. വലനബ്ലുവന്നകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. ആ ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുണ്ടല്ലോ 2 പരീക്ഷണങ്ങളാണ് വരിക. ഒന്ന് ഷർറ് കൊണ്ട്, മറ്റൊന്ന് ഖൈറ് കൊണ്ട്. 2ഉം പരീക്ഷണമാണ്. ഷർറ് കൊണ്ടുണ്ടാകുന്ന പരീക്ഷണത്തിനേക്കാൾ കൂടുതൽ തീക്ഷണമാണ് ഖൈർ കൊണ്ടുണ്ടാകുന്ന പരീക്ഷണം. ഒരു വേള അയാൾക്ക് അത് അപകടമായി തീരുകയും ചെയ്യും. എന്നാൽ അത്തരം പരീക്ഷണ ഘട്ടങ്ങൾ വരുമ്പോൾ അവയിൽ തീക്ഷണമായ ചിലതുണ്ടാവാം. ഉദാഹരണമായിട്ട് മനുഷ്യന് വല്ലാതെ പ്രയാസപ്പെടുത്തും മാരകമായ മരുന്നില്ലാത്തൊരു രോഗം. പെടുന്നനെ നമ്മൾ വിചാരിക്കാത്ത എന്തെങ്കിലുമൊക്കെ ഇപ്പൊ നമ്മൾ കേട്ടില്ല, പല പുതിയ പേരുകളിൽ അറിയപ്പെടുന്ന ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് വേണം അതിനൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ. അത്തരം ഒരു രോഗം വന്നാൽ ഇപ്പൊ ഒരു സമാധാനം എന്താ, 1000, 10,000 അല്ലെങ്കിൽ 1,00,000, 2,00,000, ഒരു 10 ലക്ഷം വന്നാൽ പോലും നമുക്ക് മെല്ലെ പിടിച്ചു നിൽക്കാം. പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാണ്ടല്ലോ മറ്റൊരാളുടെ മുമ്പിൽ പോയിട്ട് കൈ നീട്ടേണ്ടി വരുന്നത്. സോഷ്യൽ മീഡിയയിൽ കൂടി ഇങ്ങനെ ആ കോഡ് വെച്ചിട്ട് ഇങ്ങനെ പരസ്യം അവനവന്റെ കുടുംബത്തിന്റെയും ഒക്കെ മുഖമൊക്കെ നാണവും മാനവും ഒക്കെ ഇനി ഇല്ല, അതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആളുകളുടെ മുമ്പിൽ എല്ലാ ഐബും മാറ്റി വെച്ചിട്ട് യാചിക്കേണ്ട ഒരു രംഗമുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ അത്തരം രംഗത്ത് നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകി അനുഗ്രഹിക്കട്ടെ. അതല്ലെങ്കിൽ കടുത്ത മാനസികമായ പ്രയാസങ്ങൾ, പ്രതിസന്ധികളും ഡിപ്രഷനൊക്കെ ആയി മാറുന്ന അവസ്ഥയിലേക്ക് മനസ്സിന്റെ സമ്മർദ്ദം ഉണ്ടല്ലോ, താങ്ങാവുന്നതിന്റെ അധികമാണ്. അത് ചിലപ്പോൾ മനുഷ്യനെ പെടുന്നനെ മരണത്തിലേക്ക് വരെ നയിക്കുന്ന അവസ്ഥയുണ്ടാവും. അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി. എല്ലാ ആളുകളും ഇങ്ങനെ കാണുമ്പോൾ സംഗതിയൊക്കെ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നും, ജീവിതത്തിൽ വലിയ അല്ലൊരു മലട്ടൊന്നുമില്ല. പക്ഷെ അത്തരം ആളുകളുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ വെറും വട്ടപൂജ്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ ശാരീരികമായിട്ട് ഏതെങ്കിലും ചെറിയ അസുഖം വന്ന് മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല, ഒന്ന് കഴിച്ചാൽ മറ്റൊന്ന് ക്ഷീണം, പ്രയാസം, ഇങ്ങനെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പലപ്പോഴും നമ്മൾ പറയാറുള്ളത് അണ്ണാക്കിൽ പഴുത്താൽ വിഴുങ്ങുക, ആരും അറിയേണ്ടതെന്ന് വെച്ചാൽ മെല്ലാണ്ട് ഒഴിവാക്കല. കച്ചവടത്തിൽ ഇങ്ങനെ തുടങ്ങി നിഖില മേഖലകളിലും പ്രയാസങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ വരുന്ന പരീക്ഷണങ്ങൾ, അവയിലെ കാഠിന്യമുണ്ടല്ലോ, അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് അള്ളാഹുനോട് ഈ ദുആയിൽ 4-5 കാര്യങ്ങൾ അള്ളാഹിനോട് തേടുക. അതിൽപ്പെട്ട ഒന്നാണ് അല്ലാഹുമ്മ ഇന്നി എന്ന് പറഞ്ഞുകൊണ്ട് തേടാൻ വേണമെങ്കിൽ നമുക്കൊക്കെ യതഅവ്വദു മിൻ ജഹദിൽ ബലാ, കഠിനമായ പരീക്ഷണത്തിന്റെ തീക്ഷണതയിൽ നിന്ന്, പരീക്ഷണത്തിന്റെ കെടുതിയിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു പരീക്ഷണമൊക്കെ ഉണ്ടാവാൻ ചെറിയ രൂപത്തിലൊക്കെ സഹിക്കാൻ വയ്യാത്ത, മരുന്നില്ലാത്ത മാരകമായ രോഗങ്ങൾ, താങ്ങാൻ പറ്റാത്ത പ്രയാസങ്ങൾ, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാമ്പത്തിക പ്രയാസങ്ങൾ, കുടുംബബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രൂപത്തിലുള്ള ഭക്ഷണത്തരങ്ങൾ, ഇതിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കണേ എന്നാണ് ഈ ഒരു കുഞ്ഞു ദുആയിൽ മനസ്സിലാക്കാനുള്ളത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അതുവരെ നമുക്കറിയാം.
മിൻ ജഹിദിൽ ബലാ, മിൻ ജഹിദിൽ ബലാ. ആ ഒരൊറ്റ പദം നമ്മൾ ഇങ്ങനെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചാൽ മതി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹിദിൽ ബലാ. അല്ലാഹുവേ, കഠിന പരീക്ഷണങ്ങളിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണേ, അത് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു, അഭയം ചോദിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരീക്ഷണങ്ങളിൽ നിന്നും പിടിച്ചു നിൽക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. സഹിക്കാൻ വയ്യാത്ത, ക്ഷമിക്കാൻ വയ്യാത്ത മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ലോകത്തെയും രാജ്യത്തെയും കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈമാനും ഇഖ്ലാസും മരണം വരെ കാത്തു സൂക്ഷിക്കാൻ ഉപകരിക്കുന്ന ഈമാനും തഖ്വയും ഭദ്രതയും അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മാനുഷികമായി വന്നു പോകുന്ന എല്ലാവിധ ചെറുതും വലുതുമായ പാകപ്പിഴവുകളും പരിഹരിച്ച് അല്ലാഹു മാപ്പാക്കി അവ മുഴുവനും മറച്ചു വെച്ച് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളും പ്രയാസപ്പെടുന്നവരുമായ വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലും കഴിഞ്ഞുകൂടുന്നവർ ഷാഫിയായ റബ്ബ് അവർക്കൊക്കെയും ആജിലും കാമിലുമായ ഷിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ പരസഹായം ഇല്ലാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു മരണം വരെ നമുക്ക് ഏവർക്കും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലികളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.